ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്ന് നമുക്ക് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഇക്ക വരുമ്പോൾ ചിക്കൻ കൊടുന്നായിരുന്നു. അപ്പോൾ അത് കറിയും വെക്കണം, കുറച്ച് നാളൊക്കെ എടുത്ത് വെക്കണം. നാളെ ഇത്തിരി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു, നടക്കുമോയെന്നറിയില്ല. പിന്നെ കറി വെക്കണം ഇപ്പോൾ. അതുപോലെ ലെഗ് പീസൊക്കെ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം വരഞ്ഞിട്ടാണ് മസാല പുരട്ടി വെക്കുന്നത് കേട്ടോ. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുകയാണ്. സമയം 2 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ചിക്കൻ കറിയും വേണം, പിന്നെ ഇത്തിരി മോര് കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ തിരിവെടുക്കുകയാണ്. ഇത്തിരി മോര് കറി ഉണ്ടാക്കാൻ വേണ്ടേ? നമ്മൾ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതാണ് 2 മണിയൊക്കെ ആയി. നമ്മൾ വിചാരിച്ച പിന്നെ പഴങ്കറിയൊക്കെ ഉണ്ടല്ലോ, അതായിട്ട് ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. തിരിച്ച് വന്ന് നോക്കുമ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. മോര് കറിക്കാണ് എടുക്കുന്നത്. തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1-2 പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് കേട്ടോ. ജീരകം, ചിലർ ജീരകം നല്ല ജീരകം ചേർക്കും. ഞാൻ ഇപ്പോൾ നല്ല ജീരകമൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കണേ. വേവിച്ചിട്ട് പിടിച്ചോളൂ. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് കൊച്ചുള്ളിയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മോരും തേങ്ങയും കൂടെ ഒഴിച്ചെടുക്കാം. ഉപ്പിടാം. അത്രയേ ഉള്ളൂ നമ്മുടെ മോര് കറി. സിമ്പിൾ റെസിപ്പിയാണല്ലേ. എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ റെസിപ്പിയാണ് മോര് കറി. അറിയാത്തവരും ഉണ്ടാവും. മോര് കറി ഇങ്ങനെ നന്നായിട്ട് തിളച്ചാൽ മോരൊക്കെ തൈരൊക്കെ പിരിഞ്ഞ് പോവും. അതുകൊണ്ട് ചൂടായി വന്നപ്പോഴേ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ.
അങ്ങനെ ഇതാ നമ്മുടെ ചിക്കന് മസാല പുരട്ടിയില്ലേ അത് പൊരിച്ചെടുത്തു. പിന്നെ ഇറച്ചിക്കറിക്കുള്ള സവാള സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ച ആ പാത്രത്തിൽ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ സവാളയും തക്കാളിയൊക്കെ ശരിയാക്കി എടുക്കുകയാണ്. ചിക്കൻ കറി വെക്കുമ്പോൾ പഴയ കാലം ഓർമ്മ വന്നു കേട്ടോ. പഴയ കാലം എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മയാണ് വീട്ടിൽ കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇറച്ചിക്കറി നമ്മൾ ചിക്കൻ അത്ര വാങ്ങിക്കില്ല. ചിക്കൻ ഇപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇഷ്ടം പോലെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു നാടൻ കോഴിയുടെ അത് പിന്നെ അത്ര ഇക്കാരൊക്കെ കഴിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. പെൺകുട്ടികൾ അങ്ങനെ കഴിക്കില്ല, അവിടെ സഹോദരന്മാരൊക്കെ കഴിക്കും. അങ്ങനെ അപ്പം അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ ബീഫ് വാങ്ങിക്കോട്ടെ, എപ്പോഴും നല്ല പറയുന്നത്, വല്ലപ്പോഴും 2 മാസം കൂടുമ്പോഴോ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ബീഫൊക്കെ വാങ്ങിക്കും. ഡെയിലി ഒന്നും വാങ്ങിക്കില്ല. അന്ന് ഉമ്മയാണ് കറി വെക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാളൊക്കെ വരില്ലേ, അപ്പോൾ പിന്നെ നോമ്പിൽ പ്രത്യേക ദിവസങ്ങളിൽ അങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മൾക്ക് ഇറച്ചിയൊക്കെ കിട്ടുന്നത്. അത് ബീഫാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉമ്മ വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എങ്ങനെ അറിയോ, മൺകലമില്ലേ, മൺകലത്തിൽ ചട്ടിയല്ല കേട്ടോ, മൺചട്ടിയല്ല, മൺകലമാണ്, അങ്ങനെ കുഴിയുള്ള കലം. അതിൽ ആദ്യം ബീഫ് കഴുകിയിടും. എന്നിട്ട് കുറച്ച് സവാള, കുറച്ച് തോനെ സവാള ഇടും. അതുപോലെ തക്കാളി അരിഞ്ഞിടും. പിന്നെ പച്ചമുളക്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എല്ലാം കൂടെ ഇട്ടിട്ട് കറിവേപ്പില, നാടൻ കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ, അതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈയിട്ട് ഞെരടും. ഇങ്ങനെ ഞെരടി മല്ലിപ്പൊടി ഇടും കേട്ടോ, മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടും. ഞാനതൊക്കെ ഒരുപാട് കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം അന്നും എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ കാണാൻ വലിയ ആവശ്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അത് ചെയ്യുമ്പോൾ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ഉമ്മ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പലഹാരങ്ങളാണെങ്കിലും നെയ്യപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ല, അതാണെങ്കിൽ ഞാൻ നോക്കി നിൽക്കും. അങ്ങനെ ഉമ്മ അതൊക്കെ ഇട്ട് നന്നായിട്ട് കൈയിട്ട് ഞെരടിയിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ്, വെള്ളം ഒഴിക്കും തോന്നുന്നു, അതൊക്കെ കൂടെ ഒഴിച്ചിട്ടാണ് അടുപ്പിൽ വെക്കുന്നത്, മറ്റേ വിറകടുപ്പിൽ. അങ്ങനെ വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ തീ കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ കത്തിച്ച് കറിക്കൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ എങ്ങനെ വെച്ചാലും അന്നത്തെ ആ ഒരു ബീഫിൻ്റെ ഒക്കെ ആ രുചിയില്ലേ, അതൊരിക്കലും കിട്ടില്ല. എന്താണെന്ന് അറിയാൻ വയ്യ, അതൊരിക്കലും കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പോത്തുകളൊക്കെ കഴിക്കുന്ന ഫുഡിൻ്റെ ഇതാണെന്ന് ചിലർ പറയുന്നു, എന്താണെന്നറിയാൻ വയ്യ. പക്ഷെ അന്നത്തെ കറിയുടെ ആ ടേസ്റ്റൊന്നും ഇപ്പോഴും ഇല്ല. അപ്പോൾ അതൊരു കാലമായിരുന്നു നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഗ്യാസില്ല, പിന്നെ അതുപോലുള്ള കിക്കറില്ല, എല്ലാം വിറകടുപ്പിലും മൺകലത്തിലൊക്കെ ആയിരുന്നല്ലോ പരിപാടികൾ. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ കൂട്ടായിരുന്നു. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു.
അങ്ങനെ പണ്ടത്തെ കാലവും പറഞ്ഞതാ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അത് അടപ്പിലായി. പിന്നെ ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ മോര് കറിയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് അധികം ഗ്രേവിയൊന്നും വേണ്ട. ഞാൻ വറ്റിച്ച് തന്നെ എടുത്തിട്ട് ചിക്കൻ കറി അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തീരെ വെള്ളം ഒഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട്, അപ്പോൾ ആ ചിക്കനിലെ വെള്ളം ഊറിയിട്ട് തന്നെ ചിക്കൻ വേവുമല്ലോ, പിന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. പഴയകാല ഓർമ്മകളൊക്കെ അയവിറക്കിയതുകൊണ്ടാവാം ഇന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഇനി വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.